ഇവിടെ നമ്മൾ കരിസ്മ ആദ്യമായിട്ടാണ് കുരിശുമല മുള്ളന്തണ്ട് കയറാൻ വന്നത്. ഇവിടെ എഡ്ജ് രക്ഷയില്ല കേട്ടോ, നമുക്ക് ഷാർപ്പ് അടിച്ചാണ്. മുള്ളന്തണ്ട് കുരിശുമലയുടെ മുകളിൽ എത്തിട്ടോ. അപ്പോൾ വലിയ ടാസ്ക്കൊന്നുമില്ല. അപ്പോൾ അത് കാണുന്നത് നമ്മുടെ ചക്രമുടി മലയാണ്. അവിടെ ഗ്യാപ്പ് കൂടെ കാണാം, ലോഹാർ ഗ്യാപ്പ്. അതിൻ്റെ അപ്പുറത്താണ് നമ്മുടെ മൂന്നാറൊക്കെ. ഹലോ എവരിബഡി, വെൽക്കം ബാക്ക് അഗൈൻ. അപ്പോൾ നമ്മളൊരു പുതിയൊരു വീഡിയോയുടെ എല്ലാവരും സ്വാഗതം. അപ്പോൾ നമ്മൾ മൺസൂണിന് മുമ്പായിട്ട് ഒന്ന് ഇടുക്കി കയറാൻ വന്നേക്കാണ്. ഇടുക്കി നമ്മുടെ രാജകുമാരി അടുത്തുള്ളൊരു സ്ഥലത്തേക്കാണ്. അപ്പോൾ ഈ ഭാഗത്തേക്ക് വന്നിട്ട് കുറേ നാൾ നമ്മൾ വാഗമൺ കറങ്ങിയിരിക്കലായിരുന്നു. അപ്പോൾ ആദ്യം നമുക്ക് മുള്ളന്തണ്ട് കയറാം. നമ്മുടെ കുരുവിള സിറ്റിയിൽ നിന്നുള്ള മുള്ളന്തണ്ടിലോട്ടുള്ള വഴിയാണ് കേട്ടോ അത്. അപ്പോൾ മുള്ളന്തണ്ട് കയറാൻ ഇതല്ലാണ്ട് വേറൊരു വഴിയുണ്ടല്ലോ, ആ വഴി നമുക്ക് കണ്ടുപിടിക്കണം. എന്തായാലും ഇപ്പോൾ ഒരു 2 ദിവസത്തിന് ശേഷം നമ്മളിങ്ങോട്ട് വരുന്നത്. അത് അങ്ങറ്റത്തെ അതിൻ്റെ ഇടയ്ക്കിടെ കാണാം, നമുക്ക് മുള്ളന്തണ്ടിൻ്റെ ടോപ്പ് കുരിശുമല കാണാൻ പറ്റും. എന്തായാലും അങ്ങോട്ടേക്ക് നമുക്ക് പോകാം. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്നാണ് നമുക്ക് വേറെ ഒരു ട്രെയിൽസ് കൂടി ഉണ്ട്. ഇതല്ലാതെ വേറെ വഴി, അത് എവിടെ നിന്ന് കയറുന്നത് എനിക്കറിയില്ല, നമുക്ക് പോയി കണ്ടുപിടിക്കാം. എന്തായാലും മുള്ളന്തണ്ട് കയറിയിട്ട് അവിടെ നിന്ന് നമുക്ക് താഴേക്ക് മറ്റേ ട്രെയിൽസ് വഴി ഇറങ്ങാം. അതും കറങ്ങി തിരിഞ്ഞ് കുരുവിള സിറ്റി ആ ഭാഗത്തേക്ക് വരും. അപ്പോൾ ഇവിടെയൊക്കെ നമ്മളൊരു 2-3 കൊല്ലം പോരുമ്പോൾ കോൺക്രീറ്റ് ഒന്നും ഉണ്ടായില്ല കേട്ടോ. ഇതിപ്പോൾ ഒരു 2-3 കൊല്ലമായി തോന്നുന്നു. ഞാൻ വന്നതിന് ശേഷമാണ് എന്തായാലും ഇങ്ങനെ ചെയ്തേക്കണത്. എന്തായാലും നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ്. വൈകുന്നേരം ചിലപ്പോൾ മഴ ഉണ്ടാവും. മഴയ്ക്ക് മുമ്പ് നമുക്കിത് കയറി ഇറങ്ങണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേറെ 1-2 ലൊക്കേഷനൊക്കെ തേടി പിടിക്കാനുള്ളതാണ്. അപ്പോൾ എന്തായാലും നല്ല കാലാവസ്ഥയാണ്. രാവിലെ ഒരു 9:30 കഴിഞ്ഞിട്ട് 10 മണി ആവാറുണ്ട്. വെയിൽ നോക്കുന്നതിന് മുമ്പ് നമുക്ക് അതിൻ്റെ മേലെ കയറാം. അവിടെ ഇവിടെയൊക്കെ പൊളിഞ്ഞടക്കുന്നുണ്ട് കേട്ടോ. എന്നാലും വലിയ ഓഫ് റോഡൊന്നുമില്ല. ടോപ്പിൽ കയറുന്ന ഭാഗത്ത് മാത്രം ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടാവുള്ളൂ. എന്നാലും പഴയ പോലെ കുഴപ്പമൊന്നുമില്ല എന്ന്. അവിടെ സൈഡിൽ മലയുടെ മേലെ സൈഡിൽ കൂടെ വേറെ വഴി വെട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം. ഇവിടേക്കൊന്നും മഴ അങ്ങനെ കാര്യമായിട്ട് ഇപ്പോൾ എതിരലാന്ന് തോന്നുന്നു കേട്ടോ. ഇത് നമ്മൾ ഏപ്രിൽ ലാസ്റ്റാണ്. വേനൽ മഴയൊന്നും കാര്യമായിട്ട് കിട്ടിയിട്ടില്ലാന്ന് തോന്നുന്നു. ഇവിടെ നിന്നോട്ടൊക്കെ പൊളിഞ്ഞടക്കുന്നുണ്ട്. ഇവിടെ കോൺക്രീറ്റ് ചെയ്തൊക്കെ പോയതാന്ന് തോന്നുന്നു കേട്ടോ. സൈഡിലൊക്കെ കോൺക്രീറ്റിൻ്റെ ഓരോ ഭാഗങ്ങളൊക്കെ ഉണ്ട്. പണ്ട് ഇതിൽ വരുമ്പോൾ നല്ല രീതിയിലുള്ളൊരു പൊളിഞ്ഞൊക്കെ കിടക്കുന്നൊരു ഓഫ് റോഡായിരുന്നു. ഇപ്പോൾ വലിയ കുഴപ്പമില്ലാണ്ട് കയറി പോകുന്നുണ്ട്. കയറിപ്പോട്ടെ. ഇവിടെ നമ്മൾ കരിസ്മ ആദ്യമായിട്ടാണ് കുരിശുമല മുള്ളന്തണ്ട് കയറാൻ വന്നത്. അതിന് മുമ്പ് 2 കൊല്ലം മുമ്പാണ് അതിന് വന്നേക്കുന്നത്. അതിന് ശേഷം ഇപ്പോഴാണ് തന്നെ. ഇപ്പോൾ കരിസ്മ മുള്ളന്തണ്ട് കയറിയിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം.
കയറി തന്നെ ആകെ പഴയതിൽ ശോകമാണ്. ഇതൊക്കെ പഴയതിൽ ശോകമായില്ലേ? പോട്ടെ, പണ്ട് നല്ല അടിപൊളിയായിട്ട് ഇറന്ന വഴിയുണ്ടത്. സുഖമായിട്ട് ഞങ്ങൾക്ക് ഇറങ്ങി കയറി പോർന്ന. പണ്ട് നമുക്ക് ഇവിടുന്ന് ഒറ്റയടിക്ക് ഇറങ്ങി പോർന്നു. ഇപ്പം അങ്ങനെ പറ്റണില്ല. അപ്പോൾ നമ്മളിങ്ങനെ അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നത് നമ്മുടെ CBC എക്സ്ട്രീം കൊണ്ടുണ്ടോ ഇറങ്ങിക്കോളും. ഒറ്റയടിക്കാണ് പോവാണെങ്കിൽ ആദ്യം പോയാലേ. ഇവിടെ സൈഡിൽ പുതിയ വഴിയൊക്കെ വെട്ടിയെന്ന് പറയുന്നത് പോയി നോക്കാം. ആൽബിനോട് കയറട്ടെ. ഞാൻ ആ കൊറോണ ടൈമിൽ വന്നിട്ട് ഇപ്പോഴാണ് വന്നത്. പഴയതുപോലെ സിമ്പിളായിട്ട് ഓടിക്കാൻ പറ്റാട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീപ്പൊക്കെ പോയി ഇവിടെ കുഴിയായിട്ട് എടുക്കണം. പണ്ട് നമ്മൾ സിമ്പിളായിട്ട് നമുക്ക് ഓടിച്ചുകൊണ്ട് പറഞ്ഞു. ഇപ്പോഴും പുതിയൊരു വഴി കിട്ടിയിട്ടാ. ഇതാണ് നമ്മുടെ പഴയ വഴി. ഇതാണ് പഴയ വഴി. എൻ്റെ പൊന്നെ, ഞാൻ പണ്ട് CBC റോഡ് വന്നിട്ട് അവിടെ നിന്നൊരു ബീച്ച് കൊണ്ട് അവിടെ പോയി കിടന്നു. ഭയങ്കരമായ വഴിയാണത്. ഇപ്പം സിമ്പിളായിട്ട് പോരാം. പണ്ട് നമുക്ക് താഴെ നിന്ന് ഒറ്റയടിക്ക് നിന്ന് കയറി പോരാം. ഇപ്പം ആകെ കല്ലൊക്കെ ഇളകി പറഞ്ഞ് നടക്കുന്നത്. നമ്മളൊന്നുണ്ട് കുരിശുകളുടെ മുകളിൽ എത്തിട്ടോ. അപ്പോൾ വലിയ ടാസ്ക്കൊന്നുമില്ല. അപ്പോൾ അത് കാണുന്നത് നമ്മുടെ ചക്രമുടി മലയാണ്. അവിടെ ഗ്യാപ്പ് റോഡ് കാണാം, ലോഹാർ ഗ്യാപ്പ്. അതിൻ്റെ അപ്പുറത്താണ് നമ്മുടെ മൂന്നാറൊക്കെ. അടിമാലി ഇങ്ങനെ വരും. താഴത്ത് കുരുവിള സിറ്റി, രാജകുമാരി, രാജാക്കാട് ഒക്കെ ആ ഭാഗത്തുണ്ട്. നമ്മുടെ സ്വർഗമ്മേടാണത്. എടാ അതാണ് സ്വർഗമ്മേട്, ആ ടവർ വെക്കണത്. നമ്മളെന്നാ വണ്ടി ഓടിച്ച് താഴേക്ക് ഇറങ്ങി വന്ന സ്ഥലം. ഒരു ഓഫ് റോഡ് പോലെയൊക്കെ ഉണ്ട് അങ്ങനെ. അപ്പോൾ അതാണ് സ്വർഗമേട്. അതിൻ്റെ ഇപ്പുറത്ത് അവിടെ ആയിട്ട് മറ്റേ കാറ്റൂതിമേട് അമ്പലമൊക്കെ ഉണ്ട്. അവിടെയാണ് കാറ്റൂതിമേട് അമ്പലമൊക്കെ ഉണ്ട്. പിന്നെ അങ്ങോട്ടേക്ക് നമ്മുടെ ശാന്തംപാറ, പൂപ്പാറ, നെടുങ്കണ്ടം, നാലുമലയൊക്കെ ആ ഭാഗത്ത് എവിടെയും കണ്ടാണ്. അപ്പോൾ നമ്മൾ മുളന്തണ്ട് കയറാൻ വന്നത്, മുളന്തണ്ട് കയറാൻ വേണ്ടി വന്നതല്ല. ഇവിടെ ചുറ്റുവട്ടത്ത് പുതിയ ഓഫ് റോഡുകളൊക്കെ തപ്പിപ്പിടിക്കാൻ വേണ്ടി വന്നതാണ്. എന്തായാലും ഇവിടെ കുറച്ച് സ്ഥലമൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ട് നമുക്ക് പുതിയ ഓഫ് റോഡ് കണ്ടുവച്ചിട്ട് അടുത്ത മഴക്കാലത്തേക്ക് വേണ്ടിയിട്ട് കണ്ടുവച്ചിട്ട് പോവാം. ഇന്ന് ഞാനുണ്ട്, ആൽവിനുണ്ട്. ആൽവിൻ്റെ മൊത്തൻ്റെ ടേസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ടായി. മുളന്തണ്ട് നമുക്ക് താഴേക്ക് ഇറങ്ങാം. നമ്മൾ മുളന്തണ്ട് കയറാൻ വന്നല്ല കേട്ടോ. ഇവിടെ കുറച്ച് വേറെ കുറച്ച് ഓഫ് റോഡും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അത് തപ്പി പിടിക്കാൻ വേണ്ടി വന്നതാണ്. പോട്ടെ. ഇവിടെ എഡ്ജ് രക്ഷയില്ല കേട്ടോ. നമുക്ക് ഷാർപ്പ് എഡ്ജാണ്.
അയ്യോ അത് പറ്റിയേ അടിപൊളി. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുന്നു. ഇനി കുഴപ്പമില്ല. അപ്പോൾ കയറിക്കോളും. നീ സെൻറ്ററിൽ കൂടെ പോകുന്നില്ല, അല്ലെങ്കിൽ അതിലേ പോകും. അപ്പോൾ മുളന്തണ്ട് കയറി നമ്മൾ ഇവിടെ കയറാൻ വേണ്ടി വന്നതല്ല കേട്ടോ. രാജക്കാട് ഒരു വരേണ്ട ആവശ്യമുണ്ടായി. അപ്പോൾ മുളന്തണ്ടും കാരണം പുതിയ പുതിയ ഓഫ് റോഡും കണ്ടുപിടിക്കും. താഴെ കുറച്ച് ഓഫ് റോഡും കഴിക്കണം, പോയി നോക്കണ്ടായിരുന്നു അവിടെ. അത് മുളന്തണ്ടിൻ്റെ ചുറ്റുവട്ടത്തുള്ള പുതിയ പുതിയ ട്രാക്കുകൾ കണ്ടുപിടിക്കാൻ വേണ്ടി ഇന്ന് ഇറങ്ങിയതാണ്. രാജക്കാട് വല്യമ്മയുടെ വീടുണ്ട്, അവിടെ വരെ വന്നാണ് കേട്ടോ. കസിൻസിൻ്റെ വീട്ടിൽ വന്നാണ്. പുതിയ എഞ്ചിൻ ഓയിൽ വെച്ചിട്ട് അടിപൊളി കേട്ടോ, രക്ഷയില്ല. എഞ്ചിൻ ഓയിൽ വെച്ചിട്ട് വണ്ടി വളരെ സ്മൂത്ത്, ഹീറ്റുമില്ല, അടിപൊളി. അപ്പോൾ ഷെല്ലിൻ്റെ അഡ്വാൻസ്ഡ് ഷെല്ലോ മിനറൽസ് ഓയിലാണ് ഒഴിച്ചത്. കൊള്ളാൻ 2040 അല്ല 2050 നമ്മൾ ഇപ്രാവശ്യം ഒഴിച്ചത് കേട്ടോ. ഇവിടെ എവിടെയും കണ്ടൊരു ഓഫ് റോഡ് വേറൊരെണ്ണം താഴേക്കൊരു ട്രെയിൽസ് കണ്ടു. ഒന്ന് അങ്ങോട്ട് പോയി നോക്കാം.